ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഒരു അത്ഭുത ശക്തിയുള്ള ഒരു മന്ത്രത്തെക്കുറിച്ചാണ്. ഈ മന്ത്രം കുളി കഴിഞ്ഞ ഉടനെ ഒരു 3 തവണയോ അല്ലെങ്കിൽ 1 മിനിറ്റോ ഉരുവിടാം. നിങ്ങളത് ഉരുവിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വയം അതിൻ്റെ ശക്തി അനുഭവിച്ചറിയാം. ഈ മന്ത്രം ഞാൻ ഒരിക്കൽ പരീക്ഷിച്ചതാണ്. അതെനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണ്. അതുകൊണ്ടാണ് എനിക്ക് അനുഭവം ഉള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഫോളോ ചെയ്യാറുള്ളൂ. അത് ആര് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും എനിക്കൊരു അനുഭവത്തിൽ വരുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. വഴിപാടുകളാണെങ്കിലും ഞാൻ പറഞ്ഞു കൊടുത്ത് ഓരോരുത്തർക്ക് അനുഭവമായ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയത്തുള്ളൂ വീഡിയോയിൽ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഈ മന്ത്രം കൊണ്ട് നേടാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. പണം, അധികാരം, വശ്യശക്തി, സമ്പത്ത്, എന്തും, തൊഴിൽ ഉയർച്ച, വലിയ സാമ്പത്തികങ്ങൾ എല്ലാം നേടിയെടുക്കാൻ പറ്റുന്നൊരു മന്ത്രമാണ്. ഈ മന്ത്രം എനിക്ക് ഈ മന്ത്രം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഈ മന്ത്രം അതിനൊരു ശക്തി ഉണ്ടോ എന്ന് പരീക്ഷിച്ച് അറിയണമല്ലോ, എന്നാലല്ലേ അത് ചെയ്താലല്ല എല്ലാ കാര്യം ചെയ്തതിനകത്ത് അർത്ഥമില്ല. ഞാൻ വർഷങ്ങളായിട്ട് എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഒരു വഴക്കിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനതൊന്ന് പരീക്ഷിച്ച് കളയാം എന്ന് വിചാരിച്ച് ഈ മന്ത്രം ഞാൻ ചൊല്ലിയ രീതി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ഈ മന്ത്രം ചൊല്ലി അത്ഭുതകരമെന്ന് പറയാം, അദ്ദേഹം എന്നെ വീട്ടിൽ തേടിയെത്തി. ഇന്ന് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതൊരു പരീക്ഷിച്ച് നോക്കിയതാണ്. പക്ഷേ അത്ഭുത ശക്തിയാണ് ഈ മന്ത്രത്തിന്. അതുപോലെ തന്നെ ഈ മന്ത്രം ഞാൻ മറ്റു പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് തൊഴിൽ ഉയർച്ചയ്ക്കായാലും, പണം ഉണ്ടാകാനാണേലും, വശ്യശക്തിയാണേലും, അധികാരമാണേലും, ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അത് ഗുണമായിട്ടുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും അത്ഭുത ശക്തിയുള്ള മന്ത്രങ്ങളിൽ ഒന്ന് തന്നെയാണ്. അപ്പോൾ അത് ചൊല്ലേണ്ട ഒരു രീതിയുണ്ട്. അത് ഞാൻ ചൊല്ലിയത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ, ഒരു കടയിൽ നിൽക്കുന്ന ആളായിക്കോട്ടെ, ഒരു കച്ചവടം നടത്തുന്ന ആളായിക്കോട്ടെ, ഒരു ബിസിനസ് ചെയ്യുന്ന ആളായിക്കോട്ടെ, ബിസിനസ്സൊക്കെ വർദ്ധിച്ചു വരും. നിങ്ങൾക്ക് ഒരു കടയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് വരുമാനത്തിലുള്ള പുതിയ മാർഗങ്ങൾ വരും. പിന്നെ നിങ്ങളൊരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ ഉറപ്പായിട്ട് ഈ മന്ത്രം പ്രയോജനപ്പെടും. നിങ്ങൾ അധികാരം ഉള്ള മേഖലകളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പദവിയിലേക്ക് എത്തും. നിങ്ങളൊരു ഡോക്ടറാണെങ്കിൽ, ഒരുപാട് ഡോക്ടർമാരുണ്ട് കഴിവുള്ളത്. പക്ഷേ ഈ മന്ത്രം നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ, ഒരു ഡോക്ടറാണെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നിട്ട് എഴുന്നേക്കാൻ സമയമില്ലാത്ത പോലെ ആളുകളായിരിക്കും നിങ്ങളെ കാണാൻ വരുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഒരു വക്കീലായിക്കോട്ടെ, വക്കീലന്മാർ ഒരുപാടുണ്ട്. പക്ഷേ ഈ മന്ത്രം ജപിച്ചാൽ നിങ്ങൾക്ക് അതുപോലെ തിരക്കായിരിക്കും, അതുപോലെ ആളുകളായിരിക്കും നിങ്ങളെ കാണാൻ വരുന്നത്. ഇതൊക്കെ അനുഭവം ഉണ്ടായ കാര്യങ്ങളാണ് കേട്ടോ. അതുപോലെ ഒരു സിനിമ ഫീൽഡിലുള്ളവർ, സീരിയൽ ഫീൽഡിലുള്ളവർ, കലാകാരന്മാർ ഏറ്റവും തിരക്കി വരും. ഏറ്റവും അവർ പറയുന്ന എല്ലാവരും അംഗീകരിക്കും. അവരുടെ അപാരമായ വശ്യശക്തിയും അതുപോലെ പണം, അധികാരം എന്തും നേടുന്ന ഒരു മന്ത്രമാണ് ഈ മന്ത്രം. കാമരൂപ മന്ത്രം, ശരിയായിട്ടുള്ള അനങ്കമന്ത്രം ഇതാ. അനങ്കമന്ത്രം എന്ന് പറഞ്ഞ് പലരും പലതും പറയും. അതൊന്നും അനങ്കമന്ത്രം ആകണമെന്നില്ല. ഇത് അനുഭവപ്പെട്ട കാര്യമാണ്. അനങ്കം, ആരെയും മയക്കുന്ന അനങ്കമന്ത്രമുണ്ടോ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അനങ്കമന്ത്രം അല്ലെ കാമരൂപ മന്ത്രം എന്നൊക്കെ ഇതിന് പേരുണ്ട്. ഇത് അനുഭവത്തിൽ വന്ന മന്ത്രമാണ്, അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. അല്ലാതെ നമ്മൾ അനങ്കമന്ത്രം എന്ന് പറഞ്ഞാൽ അതും ഇതുമൊക്കെ പറഞ്ഞ് ചൊല്ലിയാലൊന്നും അനുഭവത്തിൽ വരത്തില്ല. കൃത്യം ഫലമുണ്ടായ കാര്യമാണ്. ഇത് ചൊല്ലേണ്ട ഒരു രീതിയുണ്ട്, ചൊല്ലേണ്ട ഒരു സമയമുണ്ട്. അങ്ങനെ ചൊല്ലിയാൽ അത് ഫലമാകും. ഇനിയും ഞാൻ പറഞ്ഞില്ലേ, ഏത് മേഖലയിലുള്ളവർക്കും, നിങ്ങളൊരു എഞ്ചിനീയർ ആയിക്കോട്ടെ, ഒരു കമ്മീഷൻ ഏജൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് ഏജൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ ആയിക്കോട്ടെ, രാഷ്ട്രീയക്കാരനായിക്കോട്ടെ, സിനിമക്കാരനായിക്കോട്ടെ, സീരിയൽ അഭിനയിക്കുന്ന ആളായിക്കോട്ടെ, വക്കീലായിക്കോട്ടെ, ഡോക്ടറായിക്കോട്ടെ, ഒരു ബാങ്ക് മാനേജർ ആയിക്കോട്ടെ. ബാങ്ക് മാനേജർ ആകുമ്പോൾ ഇഷ്ടംപോലെ ഡെപ്പോസിറ്റുകൾ ചോദിക്കുന്നവരൊക്കെ ഡെപ്പോസിറ്റ് തരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും മേഖലകൾ പറഞ്ഞതിൻ്റെ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരും ആയിക്കോട്ടെ, അപാരമായ വശ്യശക്തി, അവർ പറയുന്ന മറ്റുള്ളവർ അംഗീകരിക്കും. എല്ലാ കാര്യങ്ങളും അപാരമായ വശ്യശക്തിയും അതുപോലെ ധനത്തെയും, തൊഴിൽ ഉയർച്ച ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ധനവും വരും. അപ്പോൾ അങ്ങനെയുള്ള വളരെ അത്ഭുത ശക്തിയുള്ളൊരു മന്ത്രമാണ് ഈ മന്ത്രം. ഒരു 3-4-5-6 വരിയുണ്ട്. പക്ഷേ ഇത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ചൊല്ലാൻ 2-3 സെക്കൻഡ് മതി. മിനിറ്റ് അല്ല, 2-3 സെക്കൻഡ്, 1 മിനിറ്റ് പോലും വേണ്ട കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ ഞാൻ ചൊല്ലിയിട്ടുള്ളതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അത് വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇത് എഴുതിയിടുന്നുണ്ട്, അതുകൂടെ നോക്കിയിട്ട് ജപിക്കണം.
എന്നിട്ട് നിങ്ങൾ കാണാൻ പഠിക്കണം. ഞാൻ പറയുന്ന രീതിയിൽ ജപിക്കണം, ഞാൻ പറയുന്ന സമയത്ത് ജപിക്കണം. നിങ്ങളുടെ ഏത് തൊഴിൽ മേഖലയാണെങ്കിലും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ഒരു ടീച്ചർ ആണെങ്കിൽ ഇത് സ്ഥിരമായിട്ട് ജപിച്ചാൽ അവർക്ക് ചിലപ്പോൾ HM വരെ ആകാം. കാരണം അവരുടെ ഏറ്റവും ആ ടോപ്പിലേക്ക് പോകും. എന്ന് വെച്ചാൽ ഏത് മേഖലയുള്ളവരും, നിങ്ങളൊരു സെയിൽസ്മാൻ ആയിക്കോട്ടെ, നിങ്ങൾ തൊടുന്നതല്ല അത് വിജയിക്കും. ഏത് മേഖലയുള്ളവർക്കും ഇത് പ്രയോജനപ്പെടുത്താം. അപ്പോൾ ഇത് ആരെയും മയക്കുന്ന അനംഗമന്ത്രം, അതാണ് ഈ പറഞ്ഞു തരാൻ പോകുന്നത്. അത് ചുമ്മാ ഉള്ള കാര്യങ്ങളൊന്നുമല്ല. ഇത് സംഭവം തന്നെയാണ്. ഇത് നല്ല കാര്യത്തിന് വേണ്ടി മാത്രം പ്രയോജനപ്പെടുത്തുക. അതിനുവേണ്ടിയാണ് പറഞ്ഞു തരുന്നത്. ഞാനെല്ലാം പറഞ്ഞുതരാം. ആ ശിവഭഗവാന്റെ പാദങ്ങൾ തന്നെ സ്മരിച്ചുകൊണ്ട്, എൻ്റെ ഗുരു ആ പരമേശ്വരൻ തന്നെയാണ്, ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ആദിയും അന്തവുമില്ലാത്ത, ഒരിക്കലും പിറവിയെടുക്കാത്ത നിത്യനായ സർവശക്തനായ എല്ലാത്തിനും അപ്പുറത്ത് നിൽക്കുന്ന ആ പരമഗുരുവിനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഞാനത് പറഞ്ഞുതരാം. എല്ലാവർക്കും നന്മ ഉണ്ടാകണേ എന്നുള്ള ഒരു പ്രാർത്ഥനയിൽ, ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയിൽ. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയാം. ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ കർക്കിടക വാവ് ബലി, രാമായണ മാസം, ഒരുപാട്, പിന്നെ ഇന്നലെ ഇട്ട ഒരു വീഡിയോ, ഒരു മന്ത്രം കൃഷ്ണൻ്റെ, ആ ഓം ശ്രീം ക്ലീം കൃഷ്ണായ എന്ന് പറഞ്ഞൊരു മന്ത്രമുണ്ട്, ഇന്നലത്തെ വീഡിയോയിലിട്ട്. ആ മന്ത്രമൊക്കെ നല്ലതാണ് കേട്ടോ. ഒരുപാട് ഫലമുണ്ടായിട്ടുള്ള, ഒരുപാട് പേർക്ക് അത് ഉയർച്ച ഉണ്ടായതാണ്. ആ മന്ത്രത്തിനകത്ത് ചിലരൊരു സംശയം ചോദിച്ചിട്ടുണ്ട്, ശ്രീം ക്ലീം ആണോ ക്ലീം ശ്രീം ആണോ? ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിട്ടിട്ടുണ്ട്, ശ്രീം ക്ലീം എന്നാണ് കേട്ടോ, തെറ്റി ജപിക്കരുത്. ഞാനിനി വീഡിയോക്കകത്ത് ഇന്നലത്തെ വീഡിയോയുടെ കാര്യമാണ് പറഞ്ഞത്. അറിയാതെ ചിലപ്പം തിരിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അറിയാതെ പറഞ്ഞതാണ്. അത് ഞാൻ പിന്നെ ക്ലിയർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം വീഡിയോയുടെ താഴെ തെറ്റായിരിക്കും എഴുതിയിട്ടിട്ടുണ്ട്, ശ്രീം ക്ലീം എന്ന്, ക്ലീം ശ്രീം എന്നല്ല കേട്ടോ. അതൊന്ന് ഓർത്തപ്പം പറഞ്ഞതേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഞാൻ ഈ അനംഗ മന്ത്രം അല്ലെ കാമരൂപ മന്ത്രം പറഞ്ഞു തരികയാണ്. ഓം ക്ലീം. ഞാൻ ചെല്ലുന്ന പോലെ ചെല്ലണം. ഓരോ വാക്കും ശക്തിയോടെ, പവർഫുള്ളോടെ, എന്ന് വെച്ചാൽ ഒരുപാട് അച്ചത്തിലല്ല എങ്കിലും ശക്തിയോടെ, ഉറച്ച മനസ്സോടെ, പവർഫുള്ളായിട്ട് ഉച്ചരിക്കണം. അങ്ങനെ ചൊല്ലിയപ്പെടാൻ ഫലം ഉണ്ടായത് അതുകൊണ്ടാണ്. ഓം ക്ലീം നമ കാമായ കാമരൂപിണേ. അവിടെ ഒക്കെ നല്ല പവറോടുകൂടിയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ഉച്ചരിക്കുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. ഒന്നുകൂടെ പറഞ്ഞുതരാം, ആദ്യം തൊട്ട് പറയാം. ഓം ക്ലീം നമ കാമായ കാമരൂപിണേ കാമദായിനേ കാമേശ്വായ സുമുഖായ സുന്ദരാംഗായ നഗ്നായ സ്ത്രീഭിർ അനംഗമദന മേഖല വൃതായ സുശ്യാമായ കോമളായ സകല ജനഹിതകാരിണേ വശ്യരൂപിണേ സംഭോഗകാരിണേ ഹിതഭാഷിണേ സമധ്യമായ സ്നിഗ്ധായ ക്ലീം ക്ലീം കാമായ കാമദായിനെ കാമദേവായ നമ. സമധ്യമായ കേട്ടോ, സമധ്യ അല്ല, സമധ്യമായ. അപ്പോൾ ഇവിടെ വീഡിയോയുടെ താഴെ ഞാൻ എഴുതിയിടുന്നതുകൊണ്ട് വ്യക്തമായിട്ട് അവിടെ നോക്കി ജപിക്കുക. ഓരോ വാക്കും വ്യക്തമായിട്ട് പവർഫുള്ളായിട്ട് ഉറച്ച മനസ്സോടെ ജപിക്കണം. ഇനി ഇവിടെ സ്നിഗ്ധായ എന്നൊരു വാക്കുണ്ട്, സ്നിഗ്ധായ. അത് കഴിഞ്ഞ് വേണം ആരെയാണോ നിങ്ങൾക്ക് വശമാകേണ്ടത് അവരെ ചിന്തിക്കേണ്ടത്. ചിന്തിച്ചിട്ട് വേണം ക്ലീം ക്ലീം കാമായ കാമദായിനെ കാമദേവായ നമ എന്ന് ജപിക്കാൻ. ഈ മന്ത്രത്തിൻ്റെ അവസാനം വരുമ്പോൾ സമധ്യമായ കഴിഞ്ഞ് സ്നിഗ്ധായ എന്നുണ്ട്. ആ സ്നിഗ്ധായ കഴിഞ്ഞ് നിങ്ങൾ ചിന്തിക്കേണ്ട, നിങ്ങൾക്ക് ആരാണോ അനുകൂലമാകേണ്ടത് അവരെ മനസ്സിൽ ചിന്തിച്ച ഉറച്ച മനസ്സോടുകൂടി വേണം ബാക്കി ജപിക്കാൻ. ക്ലീം 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 നീട്ടണം കേട്ടോ. ക്ലീം ക്ലീം കാമായ കാമദായിനെ കാമദേവായ നമ. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു തൊഴിലുയർച്ച വേണമെങ്കിൽ ആ തൊഴിലുയർച്ച സങ്കല്പിച്ചു വേണം. ഈ സ്നിഗ്ധായ കഴിഞ്ഞ് തൊഴിലുയർച്ച സങ്കല്പിച്ച് ജപിക്കണം. സാമ്പത്തികമാണെങ്കിൽ ആ സാമ്പത്തികം ചിന്തിച്ച്, സ്നിഗ്ധായ കഴിഞ്ഞ് സാമ്പത്തികം ചിന്തിച്ച് ഈ ക്ലീം ക്ലീം എന്ന് ബാക്കി ജപിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ആവശ്യമാണോ, നിങ്ങൾക്കൊരു അധികാരമാണെങ്കിൽ ആ അധികാരസ്ഥാനം ആഗ്രഹിച്ച് അത് ചിന്തിച്ച് അത് നടക്കുന്നതായിട്ട് സങ്കല്പിച്ച് സ്നിഗ്ധായ എന്നുള്ള വാക്ക് കഴിഞ്ഞ് ആ കാര്യം സങ്കല്പിച്ചു മനസ്സിൽ സങ്കല്പിച്ചിട്ട് ക്ലീം ക്ലീം കാമായ കാമദായിനെ കാമദേവായ നമ എന്ന് ബാക്കി ജപിക്കണം.
അപ്പോൾ ആ സ്നിഗ്ധായ കഴിഞ്ഞാണ് നമ്മൾ വേണ്ട കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്. അതാണ് അതിൻ്റെ അകത്ത് രഹസ്യം. ഇത് ഇതുപോലെ ആരും പറഞ്ഞു തരത്തില്ല. ഇത് കൃത്യമായിട്ട് ചെയ്ത് റിസൾട്ട് കിട്ടിയ കാര്യമാണ്. ആ റിസൾട്ട് കിട്ടിയ അത് അനുഭവത്തിൽ വന്ന ആ ആളുടെ നാവ് കൊണ്ട് തന്നെയാണ് ഇത് കേൾക്കുന്നത്. നിങ്ങൾ ഇപ്പം നല്ല കാര്യത്തിന് ഇപ്പം അച്ഛനും അമ്മയും തമ്മിൽ പിണക്കമാണ്. ഇത് അച്ഛനും അമ്മയ്ക്കോ ജപിക്കാം, അനുകൂലമാകും. മക്കളും അച്ഛനും തമ്മിൽ പിണക്കമാണ്, അനുകൂലമാകും. തൊഴിലിടത്തിൽ പ്രശ്നങ്ങളാണ്, മാറും. നമ്മുടെ തൊഴിലുയർച്ചയും ചിന്തിച്ച് ജപിക്കാം. തൊഴിലിടത്തിൽ നമുക്കെതിരായിട്ട് നിൽക്കുന്നവരോട് അവരെ ചിന്തിച്ച് ജപിക്കാം. പിന്നെ നമുക്ക് സാമ്പത്തികമില്ല, അത് സമ്പത്തിനെ ചിന്തിച്ച് മഹാലക്ഷ്മിയെ ചിന്തിച്ച് ജപിച്ചാൽ മതി. മഹാലക്ഷ്മി കൂടെ നിൽക്കും, എങ്ങും പോകത്തില്ല. സാമ്പത്തിക കാര്യം ചിന്തിച്ച് ജപിക്കാം, അധികാരം ചിന്തിച്ച് ജപിക്കാം. ഇനി നിങ്ങളൊരു ഒരു ഒരു കൺസൾട്ടിങ് സംബന്ധമായ ജോലി ചെയ്യുന്ന ആളാണ്, ഡോക്ടർ ആയിക്കോട്ടെ, ഒരു വക്കീലായിക്കോട്ടെ, നിങ്ങളവിടെ ധാരാളം ആളുകൾ വരുന്നു, നിങ്ങൾ വളരെ തിരക്കാകുന്നു, അങ്ങനെ നിങ്ങളവിടെ ബിസി ആകുന്നതായിട്ട് ചിന്തിച്ച് ഈ മന്ത്രം ഈ പറഞ്ഞ രീതി ജപിച്ചാൽ നിങ്ങൾ ഏറ്റവും ബിസി ആയിരിക്കും. നിങ്ങളെപ്പോലെ തിരക്കുള്ള ഒരു വക്കീലോ ഡോക്ടറോ ആ ഏരിയ കാണത്തില്ല. എന്നും വേണ്ട, നിങ്ങളൊരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ ആയിക്കോട്ടെ, ഒരു ഇൻഷുറൻസ് ഏജന്റ് ആയിക്കോട്ടെ, ഏതു മേഖലയിൽ, ഞാൻ കുറേ മേഖല പറഞ്ഞതേ ഉള്ളൂ, ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണേലും ഈ മന്ത്രം ജപിച്ചാൽ അപാരമായ വശ്യശക്തിയായിരിക്കും. എന്തും നേടിയെടുക്കാമെന്നുള്ളതാണ്. പക്ഷെ ഉറച്ച വിശ്വാസത്തോടെ ജപിക്കണം. എപ്പോൾ ജപിക്കണം? കുളി കഴിഞ്ഞ ഉടനെ ജപിക്കണം. കുളി കഴിഞ്ഞ് തല തോർത്തി കഴിഞ്ഞ് നിങ്ങൾ ജപിക്കുന്ന മന്ത്രങ്ങളെല്ലാം ജപിച്ചു കഴിഞ്ഞ് അവസാനം കുളിമുറയെന്ന് കിഴക്കോട്ട് തിരിഞ്ഞൊന്ന് ജപിച്ചാൽ മതി. കുളിമുറയിൽ കിഴക്കോട്ട് തിരിഞ്ഞെന്നല്ല, കുളിമുറയ്ക്ക് ഇറങ്ങി നിന്ന് കുളി കഴിഞ്ഞ് കുളിമുറയിൽ നിന്ന് നിങ്ങൾ ജപിക്കുന്ന മന്ത്രങ്ങളെല്ലാം ജപിച്ചു കഴിഞ്ഞ് വെളിയിലിറങ്ങി നിന്ന് ഒന്നുകൂടെ കൈയും കാലും മുഖം നനച്ചിട്ട് ഈ മന്ത്രം, നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ ജപിച്ചു കഴിഞ്ഞ് അതിൻ്റെ അവസാനം ജപിക്കുന്നത് നല്ലതാണ്. മനസ്സിലാകുന്നുണ്ടോ? എന്തുകൊണ്ടാണ് കുളി കഴിഞ്ഞാൽ ഉടനെ മന്ത്രം ജപിക്കണമെന്ന് പറഞ്ഞ്? ഒന്ന്, നമ്മുടെ ശരീരത്തിൽ ജലാംശം കാണും. അപ്പോൾ ഈ അങ്ങനെ ജലാംശത്തോടുകൂടി ചെയ്യുന്ന പ്രാർത്ഥനകൾ ബലം കാണും. എന്തുകൊണ്ടാണ് ജലാംശത്തോടുകൂടി ചെയ്യുന്ന പ്രാർത്ഥനകൾ ബലം കാണുമെന്ന് പറഞ്ഞത്? പിന്നെ ജലാംശത്തിന് വല്ല പ്രത്യേകതയുണ്ടോ? പറയാനാണ് ഒരുപാട് പ്രത്യേകതകൾ പറയാം, പക്ഷെ അത് ഒരു കൃത്യമായൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ജലം ശരീരത്തിൽ തൊടുമ്പോൾ ഉണർവുണ്ടാവും, മനസ്സിലൊരു ഉണർവുണ്ടാവും. ആ ഉണർവുള്ള മനസ്സോടുകൂടി മന്ത്രം ചൊല്ലിയാലും പ്രാർത്ഥന ചെയ്താലും ഒരു സങ്കല്പം ചെയ്താലും സങ്കല്പശുദ്ധി, മനഃശുദ്ധി, കാര്യശുദ്ധി എല്ലാം ഉണ്ടായി വരും. അതാണ് അതിൻ്റെ പ്രധാന കാര്യം. പറയാനാണ് ഒരുപാട് പറഞ്ഞ് പോകാം. ഇപ്പോൾ ഈ ശിവലിംഗത്തെക്കുറിച്ച് പലയിടത്തും ഞാൻ വായിച്ചിട്ടുണ്ട്. പറഞ്ഞു വേദം, ഉപനിഷത്ത്, പുരാണം ഒക്കെ അങ്ങ് പോവും. സത്യത്തിലുള്ള ഒരു എനിക്ക് കിട്ടിയ ഒരു അനുഭവം ഞാൻ പറയാം. ശിവലിംഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ രഹസ്യം, ശിവ എന്ന് ജപിക്കുമ്പോൾ ഈ ആജ്ഞ എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു വര വരച്ചാലും ഇങ്ങനൊരു വര വരച്ചാലും നാലും കൂടുന്ന ജംഗ്ഷനിലാണ് ഇവിടെ സങ്കല്പിക്കുക. സാധാരണ നമ്മൾ ആജ്ഞയിൽ മനസ്സ് ശ്രദ്ധിച്ച് ശി എന്ന് ജപിക്കുമ്പോൾ മേലോട്ട് ഊർജ്ജം ഉയരുന്നു, മേലോട്ട്. വാ എന്ന് ജപിക്കുമ്പോൾ തന്നെ സൈഡിലോട്ട് ഊർജ്ജം വ്യാപിക്കുന്നു. അത് ശിവലിംഗത്തിൻ്റെ ആകൃതിയാണ്, അത് എനർജിയുടെ ഫ്ലോയാണ്. അതാ ശരിക്കും ശിവലിംഗത്തിൻ്റെ എനിക്ക് മനസ്സിലായ ഒരു രഹസ്യമാണ്. പറഞ്ഞു, നമ്മുടെ ഉള്ളിലെ ശുദ്ധമായ ബോധത്തിൻ്റെ ആ ഒഴുക്കാണ് ശിവ എന്ന് ജപിക്കുമ്പോൾ ഉള്ളത്. അതാണ് ശിവലിംഗം. അതിനെക്കുറിച്ച് വേദങ്ങൾ പറയാം, ഉപനിഷത്ത് പറയാം, ഇത് പറയാം എല്ലാം ഒരുപാട് പറയാം. പക്ഷെ അതൊന്നും അല്ല കറക്റ്റ് കാര്യം. അതൊക്കെ ശരിയോ തെറ്റോ എന്നല്ല ഞാൻ പറഞ്ഞു. ചിലപ്പോൾ ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. എൻ്റെ അനുഭവം പറയുന്നത് അല്ല, എനിക്ക് കിട്ടിയ ജ്ഞാനം ശരിയായെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലെ ശുദ്ധമായ ബോധം ആദ്യം ഒന്ന് മുകളിലേക്ക് ഉയരുന്നു, പിന്നെ വശത്തേക്ക് വരുന്നു. ഇതാണ് ശിവലിംഗം. അത് ആജ്ഞയിൽ ശിവ എന്ന് ജപിക്കുമ്പോൾ ആ ഒരു രീതിയിൽ ഊർജം വരും. ശിവ എന്ന് 2 അക്ഷരം ജപിക്കുമ്പോൾ ഉണ്ടാവും. അതാണ് ആ നിങ്ങളുടെ ഉള്ളിലെ ശുദ്ധമായ ബോധത്തിൻ്റെ ഒഴുക്കാണ്, എനർജിയുടെ ഒഴുക്കാണ്. അതിനെ നമ്മളത് ശിവലിംഗമായിട്ട് അത് പ്രതിഷ്ഠയെ നോക്കി ജപിക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ആ എനർജിയുടെ ഫ്ലോ ഉണ്ടാകും, ആ ഒരു ബോധം ഉണ്ടായി വരും. അതൊരു സൂചനയാണ്. നമ്മളൊക്കെ അതൊരു പ്രതീകാത്മകമായിട്ട് ആ ശിവലിംഗം കാണുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഓട്ടോമാറ്റിക്കായിട്ട് എനർജിയുടെ ഒരു ഫ്ലോ ഉണ്ടാകും എന്നുള്ളതാണ്. അതാണ് ഒരു രഹസ്യം. പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ശരി തന്നെ ആയിരിക്കാം, അത് അല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇതാണ് ജീവിതം മാറ്റുന്ന കാര്യം. ഇതറിയാതെ എന്തറിഞ്ഞിട്ടും ഒരു കാര്യമില്ല. ശിവലിംഗത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കൃത്യം കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നത്. ശിവാന്ന് ജപിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അങ്ങനെയാണ്, ആ ശിവലിംഗാകൃതിയിലാണ് എനർജി ഒഴുകുന്നത്. അതിന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇനിയും കുളി കഴിഞ്ഞ് ഇത് ജപിക്കണമെന്ന് പറഞ്ഞ്? കുളി കഴിയുമ്പോൾ നമ്മുടെ വെറും വയറ്റിലാകുമ്പോൾ ശരീരശുദ്ധം ഉണ്ടായിരിക്കും. പിന്നെ കുളി കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ ഉടനെ, എനിക്ക് പരമാവധി ആളുകളും അധികം കുറ്റം പറയത്തില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കുളി കഴിഞ്ഞ് പെട്ടെന്ന് കുളിക്കുന്നതിനിടയ്ക്ക് മറ്റുള്ളവരെ വളരെ കുറച്ച് മാത്രമേ
ദൂഷിക്കത്തുള്ളൂ, മറ്റുള്ളവരെ കുറച്ച് മാത്രമേ കളിയാക്കത്തുള്ളൂ, മറ്റുള്ളവരെ കുറച്ച് മാത്രമേ ദോഷം ചിന്തിക്കത്തുള്ളൂ. കാരണം കുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ ഓരോ ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ ആളുകളെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നത്. കുളി കഴിഞ്ഞ ഉടനെ നമ്മളെ കുളിക്കുന്ന സമയത്തിനുള്ളിൽ നമ്മൾ അധികം ദോഷമായിട്ട് ചിന്തിക്കുകയോ പറയത്തോ ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പം മനഃശുദ്ധി ഉണ്ടായിരിക്കും. അതാണ് ഈ കുളി കഴിഞ്ഞ ഉടനെ ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാര്യം. അപ്പോൾ ശരീരശുദ്ധി, വയറ് ശുദ്ധമായിരിക്കും, വെറും വയറ്റില്ല. മനഃശുദ്ധി, പിന്നെ മനസ്സിൻ്റെ ഉണർവ്, ഇത് മൂന്നും ഉണ്ടാകുന്നതുകൊണ്ടാണ് ഈ കുളി കഴിഞ്ഞ് എൻ്റെ വീഡിയോ പലപ്പോഴും ഉണ്ട്. കുളി കഴിഞ്ഞ ഉടനെ ഇന്ന് പല കാര്യങ്ങളും വിദ്യകൾ പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്. അതിൻ്റെ രഹസ്യം അതാണ്. അത് അങ്ങനെ ചെയ്താലേ ഫലമാകത്തുള്ളൂ, വേറെ രീതി ചെയ്താൽ ഫലമാകത്തില്ല. അതുതന്നെ അതിൻ്റെ കാര്യം. നമ്മളെ ചെയ്യുന്ന മന്ത്രമാണെങ്കിലും വിദ്യയാണെങ്കിലും ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണ് നമുക്ക് മാറ്റം ഉണ്ടാകുന്നത്. അല്ലാതെ ചുമ്മാ യാന്ത്രികമായിട്ട് ചെയ്തുകൊണ്ടൊരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുളി കഴിഞ്ഞ ഉടനെ ഈ മന്ത്രം 3 തവണ ജപിക്കാം, അല്ലെങ്കിൽ 1 മിനിറ്റ് ജപിക്കാം. 1 മിനിറ്റ് ജപിച്ചാൽ കൂടുതൽ ഫലം ഉണ്ടാകും. ഇനി 3 തവണ ജപിച്ചവർക്കും ഫലം ഉണ്ടായിട്ടുണ്ട്. ഞാനീ പറഞ്ഞ രീതിയിൽ കിഴക്കോട്ട് തിരിഞ്ഞത് ജപിക്കണം. അത്ഭുത ശക്തിയുള്ള മന്ത്രമാണ് ഇത്. നിങ്ങൾക്ക് ഇനി ഇതല്ലാതെ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും നിങ്ങളുടെ വലതു കൈയിൽ അല്പം വെള്ളം തൊട്ട് കൈ രണ്ടും കൂട്ടി തിരുമി ഈ മന്ത്രം നിങ്ങൾക്ക് ജപിക്കാം. വാഗുകൊണ്ട് ഉച്ചരിച്ച് ജപിക്കാം. നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ടല്ല, ഇടയ്ക്കിടയ്ക്ക് നല്ലതാണ്. എന്തിനാ കയ്യിൽ വെള്ളം തൊട്ട് തിരുമ്പുന്നത്? നമ്മുടെ ഉള്ളം കൈയിൽ വെള്ളം തൊടുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ആ നെർവസ് മുഴുവൻ അതിൻ്റെ ഒരു ഉണർവുണ്ടാകും. അതിനു വേണ്ടി തന്നെയാണ്. ഉണർവുണ്ടായി നമ്മൾ ആ നിമിഷത്തിലേക്ക് വരുമ്പോഴേ നമ്മൾ ചെയ്യുന്ന വിദ്യകളായാലും മന്ത്രമായാലും ഫലം കാണത്തുള്ളൂ. അതറിയാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാനെല്ലാം പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് കർക്കിടക ബലിയെക്കുറിച്ച് പറഞ്ഞതിനും രാമായണ മാസം എങ്ങനെ ആചരിക്കണമെന്ന് പറഞ്ഞതിനും എല്ലാം അധികം ആരും കണ്ടിട്ടേയില്ല. അതിനകത്തെല്ലാം ഇതുപോലെ ഉള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. കാരണം നല്ല കാര്യങ്ങൾ പലപ്പോഴും ആളുകൾക്ക് അവർക്ക് താല്പര്യമില്ല അറിയാൻ. ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം പുറകെ പോയി എല്ലാം നഷ്ടപ്പെട്ടു, വീടും നഷ്ടപ്പെട്ടു, ഭൂമിയും നഷ്ടപ്പെട്ടു, ഒരു ഗതിയില്ലാതായി കഴിയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണമെന്ന് അപ്പോഴാണ് ചിന്തിക്കുന്നത്. ജീവിതം നല്ല രീതിയിലിരിക്കുമ്പോൾ ഒരു ജീവിതത്തിൽ നാശം ഉണ്ടാകാതിരിക്കാൻ നല്ല കാര്യങ്ങൾ അറിയേണ്ട സമയത്ത് അറിയാൻ പലരും ശ്രമിക്കാറില്ല. അതുതന്നെ ഏറ്റവും വലിയ കുഴപ്പം. ഒരു കാര്യം അറിയേണ്ട സമയത്ത് അറിയേണ്ട, അല്ലാതെ അത് അറിഞ്ഞിട്ട് കാര്യമില്ല. ഈ മന്ത്രം ആർക്കും ജപിക്കാം. ഇത് ആർക്കും ജപിക്കാവുന്ന ഒരു മന്ത്രമാണ്. അത്ഭുത ശക്തിയുള്ള ഒരു മന്ത്രമാണ്. അപ്പോൾ ഇതിൻ്റെ രഹസ്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അത് വളരെ നിങ്ങളത് അത്ഭുത ശക്തിയുള്ള മന്ത്രമാണ്. നിങ്ങളത് പ്രയോജനപ്പെടുത്തുക. നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാ മേഖലയുള്ള ആളുകളുമുണ്ട് കേട്ടോ. എല്ലാ മേഖലയുള്ളവരും ഒരുപാട് ഞാനീ പറഞ്ഞ മേഖലകളിലുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാ മേഖലയുള്ളവർക്ക് ഇത് പ്രയോജനപ്രദമാണ്. നിങ്ങളൊരു നേഴ്സ് ആയിക്കോട്ടെ, ഏത് മേഖലയായിക്കോട്ടെ, നിങ്ങൾ ചെയ്യുന്ന തൊഴിലിൽ നിങ്ങൾക്ക് അടിക്കടി ഉയർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കും. നിങ്ങൾ ചെയ്യുന്നതെല്ലാം നല്ല രീതിയിൽ വരും. നിങ്ങൾക്ക് അപാരമായ ഒരു ശക്തി നൽകുന്ന ഒരു മന്ത്രമാണ്. അപ്പോൾ ഇത് കുങ്കുമം, ഇതിങ്ങനെ ജപിച്ചാൽ മാത്രം മതി. ഇനിയും നിങ്ങൾ കുങ്കുമം, ഈ മന്ത്രം കയ്യിൽ വെച്ച് കുങ്കുമത്തെ തൊട്ട് ജപിച്ച് തൊടുന്നതും നല്ലതാണ്. അത് വേണമെങ്കിൽ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞ രീതി ജപിച്ചാൽ മാത്രം മതി. ഇനിയും ഈ മന്ത്രം ജപിച്ച് കുങ്കുമം അല്ലെങ്കിൽ ഭസ്മം നിങ്ങളുടെ ഓഫീസിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. മന്ത്രം കയ്യിൽ വെച്ച് ഒരു 3 തവണയോ 1 മിനിറ്റോ ജപിച്ച ശേഷം ആ ഭസ്മം സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇനി അതൊന്നും ഇല്ലെങ്കിലും ഞാനീ പറഞ്ഞ രീതിയിൽ രാവിലെ കുളി കഴിഞ്ഞ് മന്ത്രം ജപിച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കും വലത് കയ്യിൽ ഉള്ളം കൈ വെള്ളം ഒന്ന് തൊട്ട് കൂട്ടി തിരുമി ഈ മന്ത്രം 1 തവണ ജപിക്കുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ചെയ്യുക. അങ്ങനെ ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഇനിയും പറയാൻ പോകുന്നത്, ഇന്ന് ഗുരുപൂർണിമയാണ് അല്ലേ? അതായത് ആഷാഢ മാസത്തിലെ ശുക്ല പൗർണമി ദിവസം, അതായത് ഈ വർഷം ഇന്നാണ് ജൂലൈ 21, 2024. അപ്പോൾ ഇന്നാണ് ഗുരുപൂർണിമ വരുന്നത്. അപ്പോൾ ഈ ഗുരുപൂർണിമ ദിവസം ഗുരു എന്ന് പറഞ്ഞാൽ ശരിക്കും ആരാണ്? ഗു എന്ന് പറഞ്ഞാൽ അന്ധകാരം, രു എന്ന് പറഞ്ഞാൽ നിരോധിക്കുക. അന്ധകാരത്തെ ഇല്ലാതാക്കി നിരോധിച്ച് അജ്ഞാനത്തെ ഇല്ലാതാക്കി ജ്ഞാനത്തിലേക്ക് നയിക്കുന്നവനാണ് ഗുരു. അപ്പോൾ ഗുരുവും ആചാര്യനും തമ്മിൽ വ്യത്യാസമുണ്ട്. ആചാര്യൻ ആചരിച്ച് കാണിച്ചു തരുന്നു. ഗുരു എന്ന് പറഞ്ഞാൽ സ്വന്തം അനുഭവം, ജ്ഞാനം, തപസ്. ഗുരുവിന് തപസ്സൂടാണ്. ആ തപസ്സിലൂടെ ആർജിച്ച ജ്ഞാനം, സ്വന്തം അനുഭവത്തിലൂടെ തപസ്സിലൂടെ ആർജിച്ച ജ്ഞാനവും
ചൈതന്യവും, ഗുരുവിൻ്റെ ചൈതന്യവും കൂടെ കൊടുക്കാൻ ഗുരുവിന് സാധിക്കും. അതാണ് ഗുരുവിൻ്റെ ഒരു പ്രത്യേകത. ഗുരുവിൻ്റെ ചൈതന്യവും ആത്മചൈതന്യവും ഗുരുവിൻ്റെ ആ തപസിദ്ധിയും ശക്തിയും ഒക്കെ ശിഷ്യന് പകർന്നു കൊടുക്കാൻ പറ്റും. അതാണ് ഗുരുവിൻ്റെ ഒരു പ്രത്യേകത. ഗുരു ഈശ്വരൻ തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഗുരു പരമേശ്വരനാണ്, ശിവനാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ജപിക്കുന്നത് ഓം ശിവം സർവം ശിവോഹം, ദേഹം ശംഭും ശിവോഹം, ദേവം വിഭും ശിവോഹം, ഗുരും പരം ശിവോഹം. അതായത് ഓം ശിവം സർവം ശിവോഹം, ശിവനാണല്ല. ഓം ശിവം സർവം ശിവോഹം, ദേഹം ശംഭും ശിവോഹം, ദേഹവും ശിവനാണ്. ദേവം വിഭും ശിവോഹം, ദേവനും എൻ്റെ ദേവനും ശിവനാണ്. ഗുരും പരം ശിവോഹം, എൻ്റെ ഗുരുവും ശിവനാണ്, പരമശിവനാണ്. അപ്പം ഇത് അഘോരികൾ ജപിക്കുന്ന ഒരു മന്ത്രമാണ്, പറഞ്ഞതെന്ന് തോന്നുന്നു. അപ്പം ഇത് ഗുരുവിനെക്കുറിച്ച് നിങ്ങൾ അറിയുമ്പോൾ, ഗുരു എന്ന് പറഞ്ഞാൽ സത്യം തന്നെയാണ്. ഗുരു നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളിൽ നിന്നും നിങ്ങൾ പാഠങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഗുരുവാണ്. നിങ്ങളെ മാറ്റുന്ന അനുഭവങ്ങൾ നൽകുന്നതെല്ലാം നിങ്ങളുടെ ഗുരുവാണ്. അതുപോലെ തന്നെ അതോടൊപ്പം അച്ഛൻ, അമ്മ, അഗ്നി, അധ്യാപകൻ, ആത്മാവ് ഇതെല്ലാം ഗുരുക്കന്മാരാണ് എന്നറിയുക. അല്ലാതെ ഒരു വിദ്യ തരുന്നത് മാത്രമല്ല, നിങ്ങളെ ഓരോ അനുഭവങ്ങളും നൽകുന്നതെല്ലാം ഗുരുവാണ്. നിങ്ങളെ നയിക്കുന്നത് ഗുരുവാണ്. നിങ്ങളുടെ അച്ഛൻ ഗുരുവാണ്, അമ്മ ആദ്യ ഗുരുവാണ്. അതുപോലെ അഗ്നി ഗുരുവാന്ന് പറഞ്ഞാൽ എന്തിനാണെന്നറിയോ? നമ്മൾ അഗ്നിയുടെ മുന്നിൽ നിന്നാണ് പലപ്പോഴും പല വിദ്യകളും അഭ്യസിക്കുന്നത്. അപ്പോൾ ആ അഗ്നിയെ സാക്ഷിയാക്കിയാണ്. അപ്പോൾ അഗ്നിയും ഗുരുവാണ്. നമ്മൾ നല്ല ചടങ്ങുകൾക്കും നമ്മളെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകാൻ വേണ്ടി നല്ല ഒരു വിവാഹമായിക്കോട്ടെ, ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യായിക്കോട്ടെ, അഗ്നി ഒരു ജീവൻ തെളിയിച്ചിട്ടാണ്. അപ്പോൾ നമ്മളെ ആ ഒരു 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 ആ ഐശ്വര്യത്തിലേക്ക് നയിക്കുന്ന ആ അഗ്നി സാക്ഷിയായിട്ടാണ് പ്രാർത്ഥനകൾ ചെയ്യുന്നത്. അതുകൊണ്ട് അഗ്നിയും ഗുരു തന്നെയാണ്. നമ്മുടെ ആത്മാവിൻ്റെ ബോധവും ആത്മാവിൽ നിന്ന് കിട്ടുന്ന സംസ്കാരവും നമ്മുടെ ഗുരുവാണ്. ഇതെല്ലാം ഗുരുക്കന്മാരാണ്. അല്ലാതെ ഒരു പേഴ്സൺ മാത്രമല്ല ഗുരു. ഇതെല്ലാം പ്രപഞ്ചത്തിൽ നമ്മുടെ ഗുരുക്കന്മാരാണ്. പിന്നെ പരമശിവൻ പരമഗുരുവാണ്. നമ്മൾ ഈ ഗുരുപൂർണിമ സാക്ഷാൽ ഭഗവാൻ ശ്രീ വേദവ്യാസനെ അനുസ്മരിച്ച ഇത് ആഘോഷിക്കുന്നത്. അദ്ദേഹം ഗുരുക്കന്മാരുടെ ഗുരുവാണ് വേദവ്യാസൻ. ഭഗവാൻ പരമശിവൻ പരമഗുരുവാണ്. അപ്പം ഇതെല്ലാം ഗുരുക്കന്മാരെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. അപ്പം മനസ്സിലെ അന്ധകാരത്തെ ഇല്ലാതാക്കി ജ്ഞാനം നൽകുന്നതാണ് ഗുരു. ഇപ്പം ഗുരുവിനും കുടുംബത്തിനും ജീവിക്കാൻ വേണ്ടി ശിഷ്യന്മാരെ കൊണ്ട് ജോലി ചെയ്യിച്ച് ജീവിക്കുന്ന ആ ഒരു ഇതല്ല ഗുരു കേട്ടോ. നിങ്ങൾ കാണുന്നവരെല്ലാം പലരും ഗുരുനാഥ അല്ലെ ഗുരു അതൊക്കെ നിങ്ങളുടെ കുഴപ്പമാണ്. ഗുരു എന്ന് പറഞ്ഞാൽ സത്യവിദ്യ പറഞ്ഞു തരുന്നവരാണ്. അല്ലെ നിങ്ങളുടെ യാതൊരു രീതിയിലും നിങ്ങളെ ചൂഷണം ചെയ്യാത്തവരാണ്. പിന്നെ ഗുരുനാഥ നമുക്ക് വിളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെയും പറയുന്നവരെയും. പക്ഷെ നിങ്ങൾ മനസ്സിൽ എപ്പോഴും ഓർക്കുക, ഗുരു സത്യമാണ്, വഴികാട്ടിയാണ്. ഗുരു നിങ്ങളെ സത്യത്തിലേക്ക് നയിക്കാൻ പ്രാപ്തിയുള്ളതാണ് യഥാർത്ഥ ഗുരു. യഥാർത്ഥ ഗുരുവിൻ്റെ പുറകെ പോയാലേ യഥാർത്ഥ വിദ്യ കിട്ടത്തുള്ളൂ, സത്യവിദ്യ കിട്ടത്തുള്ളൂ. ഗുരു ജീവിക്കാൻ കഷ്ടപ്പെടുകയാണെങ്കിൽ ആ ശിഷ്യൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് ചോദിക്കും. ഗുരുവിന് ലോണുണ്ട്, അല്ലെ ഗുരുവിന് 100 കൂട്ടം കാര്യങ്ങളുണ്ട്, ഗുരുവിന് വീട്ടിൽ പ്രശ്നമാണ്, ഗുരുവിന് വീട്ടിൽ ഭയങ്കര പ്രശ്നം. ആ ഗുരു ശിഷ്യന് എന്തുമാത്രം വിദ്യ അല്ലാണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും? അതല്ല ഗുരു എന്ന് പറഞ്ഞാൽ. യഥാർത്ഥ ഗുരു പരമശിവനാണ്. പിന്നെ ബാക്കിയുള്ള സമാധി അവധൂതന്മാരും എല്ലാം നല്ല ഗുരുക്കന്മാരെല്ലാം ഗുരു തന്നെയാണ്. പക്ഷെ നമ്മളെപ്പോലെ തന്നെ കർമ്മബന്ധത്തിൽപ്പെട്ട് ജനിച്ച് കർമ്മബന്ധുവാനും നമ്മളെക്കാട്ടും ബുദ്ധിമുട്ടായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് നമ്മളെ എന്തുമാത്രം വഴികാട്ടാൻ പറ്റും? അങ്ങനെയുള്ളവരുടെ പുറകെ നടന്ന് ജീവിതം വെറുതെ കളയരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ എപ്പോഴും സഞ്ചരിക്കുന്നത് ശരിയായിട്ട് വഴി സഞ്ചരിച്ചാലേ ശരിയായ സ്ഥാനത്ത് എത്തത്തുള്ളൂ. ശരിയായ ഡെസ്റ്റിനേഷനിൽ എത്തണമെങ്കിൽ നിങ്ങളുടെ വഴി ശരിയായിട്ടായിരിക്കണം, അല്ലെ ജീവിതം മുഴുവൻ പാഴായി. പണ്ട് ഒരു കഥയുണ്ടല്ലോ, ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞ ഒരു കഥ. അതായത് ഒരു വള്ളത്തേൽ കുറേ പണ്ഡിതന്മാരും ഒരു പണ്ഡിതനും കുറേ ആളുകളും എല്ലാം കൂടെ പോകുമ്പോൾ ഈ പണ്ഡിതൻ വള്ളക്കാരനോട് ചോദിക്കുന്നു, അങ്ങേക്ക് ആ അറിവുണ്ടോ, അങ്ങേക്ക് ഈ അറിവുണ്ടോ? ഇതൊന്നുമില്ലെന്ന് വള്ളക്കാരൻ പറയുന്നു. അപ്പം പണ്ഡിതൻ പറയുന്നു, നിങ്ങളുടെ ജീവിതം 3/4% പാഴായി,
മുഴുവൻ പാഴായി, 3/4% ഇങ്ങനെ ഓരോ ശതമാനം പാഴായി എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ജീവിതം വെറുതെയായി, ഈ അറിവില്ലാത്തതുകൊണ്ട്, ഓരോ അറിവും ചോദിച്ചിട്ട് അതില്ലാത്തതുകൊണ്ട്. അവസാനം കാറ്റും കോളും വന്ന് വള്ളം മുങ്ങാൻ പോകുമ്പം ഈ വള്ളക്കാരൻ പറയും, അങ്ങേക്ക് നീന്താൻ അറിയാവുന്ന പണ്ഡിതനോട് ചോദിക്കും. പണ്ഡിതന് നീന്താൻ അറിയത്തില്ല, എന്നാൽ ജീവിതം മുഴുവൻ പാഴായെന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ നിങ്ങളൊരു ശരിയായ ഗുരുവിനെ അല്ല തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം മുഴുവൻ പോയി. നിങ്ങൾ എന്തിനാണോ ജനിച്ചത്, ഈശ്വരനെ അറിയാൻ, നല്ല കാര്യം ചെയ്യാൻ ഈശ്വരൻ ഒരു അവസരം തരുന്നതാണ് ജീവിതം. ആ ജീവിതം മുഴുവൻ പോയി. അപ്പോൾ ശരിയായ നന്മയുള്ള നല്ല ഗുരുക്കന്മാരെ ഫോളോ ചെയ്യുക. അത് ആരും ആയിക്കൊള്ളട്ടെ. നിങ്ങൾക്കതിനുള്ള ബുദ്ധിയും യുക്തിയും ഈശ്വരൻ തന്നിട്ടുണ്ട്. അതായത് നിങ്ങളെ ചൂഷണം ചെയ്യാത്ത, നിങ്ങളുടെ ആവശ്യമില്ലാതെ ജീവിക്കാൻ പറ്റുന്ന, എന്നുവെച്ചാൽ നിങ്ങളെ ചൂഷണം ചെയ്ത, നിങ്ങളെക്കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഇത്തരം ഗുരുക്കന്മാരൊന്നും ശരിയായിട്ട് ഗുരുക്കന്മാർ ആകണമെന്നില്ല. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഗുരു സത്യമുള്ളതായിരിക്കണം. അങ്ങനെയുള്ള ഗുരുക്കന്മാരെ വേണം ഫോളോ ചെയ്യാൻ. അല്ലെങ്കിൽ അത് നിങ്ങളുടെ മാത്രം കുറ്റമാണ്, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അതെപ്പോഴും ശ്രദ്ധിക്കുക. ശരിയായ ഒരു ഗുരുവിനെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ആ ഗുരു സത്യമുള്ളതായിരിക്കണം, നിങ്ങളെ ചൂഷണം ചെയ്യുന്നതായിരിക്കരുത്. ശരിക്കുമുള്ള നല്ല ഗുരുക്കന്മാരാരും നല്ലതേ പറഞ്ഞിട്ട്, അങ്ങനെയുള്ള ഒരുപാട് ഗുരുക്കന്മാരുണ്ട്, നല്ല ഗുരുക്കന്മാരുണ്ട് കേട്ടോ. ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള നന്മ മാത്രം പറഞ്ഞു തരുന്നത്. അവരെയൊക്കെ ഫോളോ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ നിങ്ങളെ സൂത്രത്തിൽ പറഞ്ഞ് നിങ്ങളെ കൊണ്ട് വരുമാനം ഉണ്ടാക്കി നിങ്ങളെക്കൊണ്ട് ജീവിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളത് ഒഴിവാക്കുക. ഞാൻ പൊതുവായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അത് ഞാൻ കൂടുതലും കണ്ടിരിക്കുന്നത് നല്ല ആളുകളെ തന്നെയാണ്. ഒരുപാട് നല്ല ആളുകളുണ്ട്, നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അവരെല്ലാം ഫോളോ ചെയ്തു, ഒരു കുഴപ്പമില്ല. അതൊക്കെ അവനവനാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഞാൻ പൊതുവായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഗുരു പൂർണ്ണിമ ആയതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഗുരു എന്ന് പറഞ്ഞാൽ ഈശ്വരൻ തന്നെയാണ്. ഇനിയും ഗുരുവിൻ്റെ അനുഗ്രഹമാണ് പരമമായ അനുഗ്രഹം. ഞാൻ എവിടെ പോയാലും ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ ഗുരുക്കന്മാരുടെ എവിടെ ഒരു പ്രതിമ കണ്ടാലും അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ ഒരു സ്ഥലം കണ്ടാലും, ഞാൻ ചെറുകോൽപ്പുഴ ഒരു പ്രാവശ്യം പോയത്, ഞാൻ ചട്ടമ്പി സ്വാമിയെ അവിടെ തൊഴുതിട്ടാണ് ഞാൻ ആ മണ്ണിലോട്ട് അങ്ങോട്ട് കാലുകുത്തിയത്. ആ യോഗം നടക്കുന്നിടത്തോട്ട് കേൾക്കാൻ പോയതാണ് ചട്ടമ്പി സ്വാമിയുടെ. അതുപോലെ ശ്രീരാമകൃഷ്ണ പരമഹംസർ ഒരു മഠത്തിൽ പോകാനും ആ ഗുരുവിൻ്റെ മുന്നിൽ ധ്യാനിക്കാനും ഒക്കെ അവസരം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അവധൂതന്മാരുടെ സമാധി സ്ഥലങ്ങളിൽ ഞാൻ പോയി ധ്യാനിക്കാറുണ്ട്. എവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പ്രതിഷ്ഠ കണ്ടാലും ഞാനത് വന്ദിക്കാറുണ്ട്. അങ്ങനെ ഗുരുക്കന്മാരെല്ലാം എനിക്ക് എന്നും പ്രിയപ്പെട്ടവർ തന്നെയാണ്. തിരുമൂലർ, ഞാൻ തിരുമൂലർ മഹാഗുരു ശൈവ സിദ്ധൻ മഹാഗുരു തിരുമൂലറുടെ ഒരുപാട് വിദ്യകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓം ശിവം സർവം ശിവോഹം ദേഹം ശംഭും ശിവോഹം ദേഹം ശംഭും ശിവോഹം ദേവം വിഭും ശിവോഹം ഗുരും പരം ശിവോഹം. തിരുമൂലറുടെ ഒരു ഇത് പറഞ്ഞുതരാം. ഓം ശിവായ നമ യന വശിമ മവായന ശിയനമ വശിമയന ഓം. ഈ ഓം നമസ്കാരമുണ്ട് കേട്ടോ. ഇത് തിരുമൂലറുടെ ഒരു വിദ്യയാണ്. ഇത് ജപിച്ചാൽ തിരുമൂലർ എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകും. ഈ സംഭവമാണ് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നെടുത്ത് ഈ ഗുരുപൂർണിമയ്ക്ക് നിങ്ങൾക്ക് തരുന്നത്. എൻ്റെ ഹൃദയത്തിൽ നിന്ന് എടുത്ത് തരുക നിങ്ങൾക്ക് ഈ വിദ്യ. ഓം ശിവായ നമ യന വശിമ മവായന ശിയനമ വശിമയന ഓം. ഓം ശിവായ നമ യന വശിമ മവായന ശിയനമ വശിമയന ഓം. ഇത് ഈ ഒരു ശ്ലോകം ജപിച്ചാൽ തിരുമൂലറുടെ അനുഗ്രഹം ഉണ്ടാകും. മഹാഗുരു മഹാസിദ്ധൻ ശൈവഗുരു തിരുമൂലർ, അങ്ങനെയുള്ള മഹാഗുരുക്കന്മാരെയാണ് ഫോളോ ചെയ്യേണ്ടത്. അവർ ജനനത്തിനും മരണത്തിനും അപ്പുറത്ത് നിൽക്കുന്നവരാണ്. ഇപ്പം നിങ്ങളെപ്പോലെ തന്നെ കർമ്മബന്ധം കൊണ്ട് ജനിച്ച് നിങ്ങളെപ്പോലെ തന്നെ ജീവിക്കുന്ന, നിങ്ങളെക്കാട്ടിയും ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരാൾക്ക് നിങ്ങളെ എന്തുമാത്രം ലീഡ് ചെയ്യാൻ പറ്റും? മരണത്തിനപ്പുറത്ത് നിൽക്കുന്ന സൂക്ഷ്മാവസ്ഥയിലുള്ള അത്തരം ഗുരുക്കന്മാരെ നമ്മൾ കൂടുതലായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കണം.
മറ്റുള്ള നല്ലത് പറഞ്ഞു തരുന്ന എല്ലാം ഗുരുക്കന്മാർ, അവരെയൊക്കെ ബഹുമാനിക്കണം. ഇല്ലെന്നല്ല പറഞ്ഞ്, ജീവിച്ചിരിക്കുന്ന നല്ലത് പറഞ്ഞു തരുന്ന എല്ലാം ഗുരുക്കന്മാർ, അവരെ എല്ലാം ബഹുമാനിക്കണം. അത് നല്ലത് തന്നെയാണ്. അതിനുപരിയായിട്ട് ജനന മരണങ്ങൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന സൂക്ഷ്മരൂപത്തിലുള്ള വിശുദ്ധന്മാരായിട്ടുള്ള തിരുമൂലരെ പോലുള്ള മഹാഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നമ്മളെ അവർക്കാണ് നയിക്കാൻ പറ്റുന്നത്. കാരണം അവർ മരണത്തിനപ്പുറത്ത് നിൽക്കുന്നവരാണ്. അങ്ങനെയുള്ളവരാക്കെ നമ്മളെ മുന്നോട്ട് ലീഡ് ചെയ്യാൻ ശരിക്കും പറ്റും. ഈ ഗുരു പൂർണിമ ദിവസത്തിൽ ഞാൻ നൽകുന്ന ഒരു സന്ദേശം അതാണ്. തിരുമൂലരുടെ ഒരു ശ്ലോകം ഞാൻ പറഞ്ഞു തന്നു, ഓം ശിവായ നമ എന്നുള്ളത്. അത് നിങ്ങൾ ഹെഡ്ഫോൺ വെച്ച് കേട്ട് എഴുതിയെടുക്കുക. അത് ജപിച്ചാൽ മതി. മഹാഗുരു മഹാസിദ്ധൻ തിരുമൂലരുടെ അനുഗ്രഹം ഉണ്ടായി വരും. ഇത് ഗുരുപൂർണിമ ദിനത്തിൽ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾക്ക് നൽകുന്ന ഒരു കാര്യമാണ്. സന്തോഷത്തോടെ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമ. ശിവോഹം.